ശശി തരൂർ വിഷയം പതുക്കെ മാധ്യമങ്ങളിൽ നിന്നൊക്കെ മാഞ്ഞു തുടങ്ങി. അത് വലിയ രീതിയിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിയതാണ്. അത് മാധ്യമങ്ങളിൽ നിന്ന് മാഞ്ഞു തുടങ്ങി എന്ന് വിചാരിച്ച് കോൺഗ്രസിനുള്ളിൽ അതിന്റെ ആ ഒരു അലയൊലികൾ അവസാനിക്കുന്നില്ല. മാത്രമല്ല എം.വി. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശശി തരൂരിന് പിന്തുണയുമായി എത്തി എന്നതാണ് മറ്റൊരു കാര്യം. CPM-ലെ ചില നേതാക്കളുമായി, പ്രധാനപ്പെട്ട നേതാക്കളുമായി ശശി തരൂർ ഫോണിൽ സംസാരിച്ചു എന്ന് കേൾക്കുന്നു. BJP-യിലെ ചില നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചു എന്നൊക്കെ കേൾക്കുന്നു. ശരിക്കും ശശി തരൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന് അവിഭാജ്യമായ ഒരു ഘടകം തന്നെയാണ്. കോൺഗ്രസിനെ ഇപ്പോൾ കേരളത്തിൽ നിലനിർത്തുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി, ഇയാൾ രാഷ്ട്രീയക്കാരനൊന്നുമല്ല. അദ്ദേഹം ഒരു സാധാരണഗതിയിൽ വന്ന അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, യുണൈറ്റഡ് നേഷൻസിലെ ഉദ്യോഗസ്ഥനായിരുന്നു. വലിയ ബൗദ്ധിക ജ്ഞാനമുള്ള ആളാണ്, പ്രസംഗകനാണ്. അദ്ദേഹത്തിന് മറ്റു വഴികൾ ഉണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ബുക്കിന്റെ റോയൽറ്റി കിട്ടും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലോകം മുഴുവൻ പ്രസംഗിച്ച് നടക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലേക്ക് വന്ന സ്ഥിതിക്ക് അദ്ദേഹം ഇനി സമ്പൂർണ്ണ രാഷ്ട്രീയം അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കും എന്ന് തോന്നുന്നില്ല. അദ്ദേഹം CPM-ലേക്ക് വന്നാൽ എന്താകും അവസ്ഥ, അദ്ദേഹം BJP-യിലേക്ക് പോയാൽ എന്താകും അവസ്ഥ, ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിവിധ മാധ്യമങ്ങളിൽ, ചാനലുകളിൽ, ചാനൽ ചർച്ചകളിൽ ഒക്കെ ഇരുന്ന് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. തീർച്ചയായിട്ടും CPM-ലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട അംഗീകാരം ചിലപ്പോൾ കിട്ടുമായിരിക്കാം. കോൺഗ്രസ് പാർട്ടി പോലെയല്ല. കോൺഗ്രസ് പാർട്ടി തരൂരിന്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല എന്ന് CPM-ൽ അഭിപ്രായമുണ്ട്. അതേ അഭിപ്രായം തന്നെയാണ് BJP.